നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലെ പെൺമക്കൾക്ക് തുല്യാവകാശം ഉറപ്പിച്ച് ഹൈക്കോടതി. 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ട്. 1975 കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. 10 ആൺമക്കളെ കൊണ്ടുള്ള ഫലം ഒരു മകൾ തരുമെന്ന സ്കന്ദപുരാണത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. പിതാവിന്റെ സ്വത്തിൽ അവകാശം ആവശ്യപ്പെട്ടുള്ള കോഴിക്കോട് സ്വദേശികളായ സഹോദരിമാരുടെ ഹർജി കീഴ്ക്കോടതി തള്ളിയതിനെ തുടർന്നാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിഷയം വിശദമായി പരിശോധിച്ച ഹൈക്കോടതി 1975 കേരള കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമത്തിലെ സെക്ഷൻ 3-4 എന്നിവ 2005 ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമവുമായി ചേർന്ന് പോകില്ലെന്ന് കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ 1975 കൂട്ടുകുടുംബ വ്യവസ്ഥ നിർത്തലാക്കൽ നിയമം നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഹിന്ദു പിന്തുടർച്ചാവകാശ ഭേദഗതി നിയമപ്രകാരം എല്ലാ മക്കൾക്കും സ്വത്തിൽ തുല്യാവകാശമുണ്ടായിരിക്കും. ഇതുപ്രകാരം 2004 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തുക്കളിൽ പെൺമക്കൾക്കും തുല്യാവകാശമുണ്ടെന്നാണ് ജസ്റ്റിസ് എസ് ഈശ്വർ വ്യക്തമാക്കിയത്. മകളിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ് പുരാണത്തിൽ പറഞ്ഞതെങ്കിലും പെൺമക്കളുള്ള പിതൃസ്വത്തിന്റെ പിന്തുടർച്ചാവകാശ കാര്യത്തിൽ ഇക്കാര്യങ്ങൾ കാണാറില്ല എന്നും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ ഈ വിധിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.